എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ ബെല്ല ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ കണ്ട ലൈവിൽ നമ്മുടെ ബിഗ് ബോസ് 7 അപ്പാണിയുടെ മടിയിൽ കിടന്നിട്ട് ആര്യൻ ഉറങ്ങിപ്പോയി. അത് അനീഷ് കണ്ടു. അനീഷ് അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇവർക്കാർക്കും ഉത്തരവില്ല. അങ്ങനെ ലാസ്റ്റ് ആര്യൻ അത് സമ്മതിച്ചു, ഞാനാണ് ഉറങ്ങിയത്. അപ്പം അനീഷ് പറഞ്ഞു, ഈ ചെയ്തത് ശരിയാണോ? നമ്മുടെ റേഷൻ, നമ്മുടെ ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഇനി തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ലേ? പക്ഷേ ഇതിൽ ഏറ്റവും എനിക്ക് ഇതുണ്ടായ കാരണം വെച്ചാൽ ബിഗ് ബോസ് അതിനെതിരെ ഒന്നും മിണ്ടിയില്ല. ഈ ചെയ്ത കാര്യം ഇപ്പോൾ അനീഷോ അനുമോളോ ആയിരുന്നെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ അവരുടെ മേലെ എടുത്ത് ചാടിയനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര രസകരമായ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശൈത്യയും അപ്പാനിയും കൂടെ ഭയങ്കര സംഭാഷണം. അപ്പാനി, ഇന്നലെ ഞാൻ അതിലെടുത്ത് 100 എടുത്ത് പെരുമാറുന്നത് ശരിയായില്ല, ഞാൻ അങ്ങനെയല്ല അവരെ കണ്ടത്, ഞാൻ ഇങ്ങനെയാണ് അവരെ കണ്ടത്. അനുമോളുടെ പാവ ഞാൻ ഒളിച്ചു വെച്ചതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി, ആ ഒരു ഫണ്ണാക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ ഭാര്യയെ പിടിച്ച് തത്തിവിടുന്നു, മക്കളെ പിടിച്ച് തത്തിവിടുന്നു, അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ന്യായീകരിച്ചങ്ങ് മെഴുകുവാങ്ങ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, മറ്റതാണ് മറിച്ചതാണ്, എന്തുവാ അവനിരുന്ന് പറയുന്നത്? എനിക്ക് പിന്നെ ബിഗ് ബോസിൽ ഞാനിപ്പോൾ ഇറങ്ങിപ്പോയാലും പിന്നെ നിങ്ങളെല്ലാവരുടെ കൂടി അങ്ങ് കൂട്ടാവുമ്പോൾ അത് വെളിയിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് വിഷമമാവും. നമ്മളെപ്പോഴും ഇങ്ങനെ പോയാൽ മതിയോ? പിന്നെ എനിക്കറിയത്തില്ല, പുള്ളിക്ക് ഇന്നലെ പറഞ്ഞതിൽ നല്ലപോലെ അറിയാം ഈ വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ലാലേട്ടൻ വരുമ്പോഴത്തേനും പുള്ളിക്ക് കിട്ടുമെന്നുള്ളതറിയാം. അതുപോലെ ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ റെന ഫാത്തിമ അതിൽ ഒരു ചൈനീസ് വേർഡ് അനുമോളെ പറയുന്നുണ്ട്. അത് ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ അത് ഏറ്റവും വലിയൊരു തെറിയാണ്. പക്ഷേ ഇന്നലെ ലാലേട്ടൻ വന്നപ്പം എല്ലാവരും അത് ചിരിച്ച് കളഞ്ഞു. ഈവൻ ലാലേട്ടനോ ബിഗ് ബോസോ ആ ഒരു വാക്കിനെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ അപ്പാണിയുടെ മെഴുകലിൽ പറയേണ്ട വേറൊരു കാര്യം, അതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണുമായിരിക്കാം. കഴിഞ്ഞ ദിവസം അനുമോളൊക്കെ ജയിലിലായിരുന്നല്ലോ. ഇവൻ വന്നിട്ട് പിന്നെ ഡോറ് തുറന്നിട്ട്, ആ ജയിലിൻ്റെ ഡോറ് തുറന്നിട്ട് അനുമോളുടെ പാവ എടുത്ത് വെളിയിൽ എറിഞ്ഞിട്ട് അനുമോളോട് പറയുന്നു, പോയി എടുത്തുകൊണ്ട് അകത്ത് കയറാനാണ്. അപ്പം നമ്മൾ ഒരു പട്ടിയെ മേടിക്കുമ്പോൾ അങ്ങനെയല്ലേ, ബോൾ എറിഞ്ഞു കൊടുത്തിട്ട് പട്ടിയോട് എടുത്തുകൊണ്ട് വരാൻ പറയത്തില്ലേ? എനിക്ക് കണ്ടപ്പോൾ പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. എന്നിട്ട് ജയിലിൽ ഫുഡ് കൊണ്ട് വെക്കാൻ വന്നിട്ട് അനീഷ് എന്തോ ചോദിക്കുന്നുണ്ട്, ഇവനത് മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് മാറി കഥ കടച്ചിട്ട് പോകുന്നു. അതെന്താ, അവർക്ക് കുഷ്ഠരോഗം ഉള്ളതുകൊണ്ടാണ് അവരെ ജയിലിൽ പിടിച്ചിട്ടത്? എന്നിട്ട് ഇപ്പോൾ അവൻ്റെ ഒരു ന്യായീകരണവും, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്, ഇങ്ങനെയാണ് ചിന്തിച്ചത്, എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇന്നലെ അങ്ങനെ പറഞ്ഞത് പോയതിൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യായീകരണം മെഴുകലും നടന്നുകൊണ്ടിരിക്കുക. ലൈവിൽ ഇപ്പം വന്ന അപ്ഡേറ്റ് ആണ് കേട്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.